ഇന്നൊരു ബനാന കട്ട്ലറ്റാണ് ഉണ്ടാക്കുന്നത്. സത്യം പറഞ്ഞാൽ മധുരം തീരെ കഴിക്കാത്ത എനിക്ക് വരെ ഇഷ്ടപ്പെട്ടൊരു സാധനം ഇതുണ്ടാക്കാൻ നല്ല പഴുത്ത പഴമാണ് കേട്ടോ. അപ്പോൾ പഴം ഇങ്ങനെ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെക്കുക ആദ്യം. എന്നിട്ട് ഓയിൽ ഒഴിച്ചിട്ട് നല്ലോണം ചൂടായ ശേഷം നല്ലോണം വാട്ടിയെടുക്കണം. അപ്പോൾ കുറച്ച് എണ്ണ കൂടുതൽ ഒഴിച്ചിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത പോലെ എടുത്താൽ നല്ലോണം വാടിക്കിട്ടും. അപ്പോൾ പഴം ഫുള്ള് വാട്ടിയെടുക്കുന്ന നേരം നമുക്കിതിലേക്കുള്ള ഫില്ലിങ് നോക്കാം. ചിരകി വെച്ച തേങ്ങയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇട്ടിട്ട് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് വറുത്തെടുക്കാം. കുറേ സമയം വറുക്കണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറി വരുന്ന ആ സമയം വരെ വറുക്കുക. നമ്മളിതിൽ ഈന്തപ്പഴം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ മധുരവും ഈ ഇടുന്ന പഞ്ചസാരൻ്റെ മധുരവും ഉണ്ടാവും കേട്ടോ ഇതിന്. പിന്നെ പഴം പഴുത്തതായതുകൊണ്ട് അതിൻ്റെ ഒരു മധുരവും ഉണ്ടാവും. അപ്പം എല്ലാ പഴവും വറുത്ത് മാറ്റിയ ശേഷം നമുക്ക് അതിലോട്ടേക്ക് എല്ലാം ആഡ് ചെയ്ത് തുടങ്ങാം. ഇനി നമുക്ക് നെയ്യാണ് വേണ്ടത്. ശരിക്കും പറഞ്ഞാൽ പഴവും നെയ്യിലിട്ടിട്ട് തന്നെ വാട്ടാം, പക്ഷെങ്കിൽ ഇത് കുറച്ചധികം ക്വാണ്ടിറ്റി ഉള്ളത് കൊണ്ട് കുറേ വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നമ്മൾ പഴം വാട്ടിയെടുക്കാൻ ഓയിൽ ഉപയോഗിച്ച് ബാക്കി എല്ലാത്തിനും നെയ്യ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓയിലെല്ലാം മാറ്റിയിട്ട് നമ്മൾ ആ പാനിൽ തന്നെ നെയ്യ് ഒഴിച്ചിട്ട് ഫസ്റ്റ് നമുക്ക് കാഷ്യൂനട്ട് നല്ലോണം വറുത്തെടുക്കാം. എന്നിട്ട് അതുപോലെ തന്നെ കുറച്ചും കൂടി നെയ്യ് ഒഴിച്ചിട്ട് അതിലത്തേക്ക് ഈത്തപ്പഴം നല്ലോണം ക്രഷ് ചെയ്തതോ അല്ലെങ്കിൽ ഒന്ന് കൈ കൊണ്ട് കട്ടാക്കിയിട്ടാറ്റം ഈ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഈ പഴത്തിലോട്ടേക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങയും ഈ ഈന്തപ്പഴം വഴറ്റി വെച്ചതെല്ലാം ഇട്ടിട്ട് ഒന്ന് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ പഴവും ഈന്തപ്പഴവും തേങ്ങയും നട്ട്സും എല്ലാം നല്ലോണം കുഴച്ചെടുക്കണം. ഈന്തപ്പഴമൊക്കെ വഴറ്റിയതുകൊണ്ട് കൈ കൊണ്ട് ഉടച്ചാൽ തന്നെ നല്ലോണം ഉടഞ്ഞു കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട്ലറ്റിൻ്റെ മാവ് പോലെ ഉരുട്ടാൻ കിട്ടണം, അല്ലെങ്കിൽ നമുക്ക് കട്ട്ലറ്റ് ഉരുട്ടുമ്പോൾ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ മാക്സിമം നമുക്ക് പറ്റുന്ന പോലെ കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ നല്ലോണം ഓയിലിൽ ഡീപ്പ് ഫ്രൈ ചെയ്തെടുത്തുകൊണ്ട് തന്നെ ഇതിലത്ത് കുറച്ച് ഓയിലിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളിപ്പോൾ ഈ കുഴക്കുമ്പോൾ ഉരുട്ടുമ്പോൾ ഒക്കെ നമുക്ക് ഓയിൽ കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് അമർത്തി പിഴിയുമ്പോൾ അത് വന്നോളും. അല്ലെങ്കിൽ ഒരു അരിപ്പത്തട്ട് പോലത്തെ അരിപ്പയിലിട്ടാൽ ആ ഓയിൽ അങ്ങ് ഡ്രെയിൻ ചെയ്ത് പോയിക്കോളും. ഇനിയിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നവർക്ക് നെയ്യിൽ തന്നെ ഒന്ന് പഴം വാട്ടിയെടുത്താലും മതി. അന്നേരം ഇത്ര ഓയിലിൻ്റെ പ്രശ്നം വരില്ല. ഇനി നമുക്ക് ഓരോ ബോൾസ് ആക്കിയിട്ട് ഇത് മാറ്റി വെക്കാം. ഓരോ ബോൾസ് ആക്കുമ്പോൾ നമുക്ക് നല്ല ഷേപ്പിൽ എല്ലാ കട്ട്ലറ്റ്സും ഒരേ അളവിൽ കിട്ടുമല്ലോ. ഇനി നമുക്ക് ഓരോന്നും എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉരുട്ടിയെടുക്കാം. ഞാൻ റൗണ്ട് ഷേപ്പ് ആക്കിയത് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ എന്ന് തോന്നി. പിന്നെ സാധാരണ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കാറ പതിവ്. പക്ഷെങ്കിൽ ഇതിപ്പോൾ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതാണ്, കുറച്ച് തിക്കായിട്ട് കലക്കി. അപ്പോൾ ഇത് നല്ലോണം പിടിച്ചിന് കേട്ടോ. ആ ഒരു കോൺഫ്ലവറിൽ മുക്കുമ്പോൾ ഒരു ക്രിസ്പിനെസ്സും കിട്ടീന്. അപ്പോൾ കോൺഫ്ലവറിൻ്റെ വെള്ളത്തിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ മുക്കി നമുക്കൊരു ഇനോഗ്രേഷൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് സെർവ് ചെയ്യാനാട്ടോ അതിൻ്റെ ഓർഡർ വന്നേ. അപ്പോൾ ഒരു സ്വീറ്റ് ഐറ്റവും വേണം, ഒരു സ്പൈസി ഐറ്റവും വേണമെന്ന് പറഞ്ഞ്. അപ്പോൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഐറ്റംസ് നിന്ന് ഒരു ചേഞ്ച് ആക്കാമെന്ന് വെച്ചിട്ടാണ് ഇതിലേക്ക് തിരിഞ്ഞ്. നമുക്കിനി നല്ലെണ്ണ ചൂടായിട്ട് ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കാം. കുറച്ച് നല്ലോണം ചൂടാണ് ഇത് ഫ്രൈ ആയിട്ട് കിട്ടുകയും ചെയ്യും. എല്ലാം കുക്കായ സാധനമാണല്ലോ. അപ്പോൾ ഒന്ന് എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കോരിയെടുക്കാം നമുക്ക്. കാരണം ഇതിൻ്റെ കളറ് നല്ലോണം ഡാർക്കായാൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് കോരിയെടുത്ത് ടിഷ്യൂലെല്ലാം ഇട്ടിട്ട് എണ്ണയെല്ലാം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ സ്വീറ്റായിട്ടുള്ള സ്നാക്സ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ട്രൈ ആക്കി വയ്ക്കിയാൽ വേർത്തായിരിക്കും. കാരണം സ്പൈസി ഇഷ്ടപ്പെടുന്ന എനിക്ക് വരെ ഇത് നല്ലോണം ഇഷ്ടമായിക്ക്. നമ്മൾ വറുക്കുന്നേരം ആ ഓയിൽ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കാന്ന് പറയണു. ഇനി ഈ ബനാന കട്ട്ലറ്റ് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കണം കേട്ടോ.